ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ പോസ്റ്റ് ഓഫീസ് GDS റിക്രൂട്ട്മെന്റ് 2025 ആണ്. ഇതുപോലെ ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓഫ് ദി നോട്ടിഫിക്കേഷൻ. ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് 21,413 ആണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യൂ. അപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം ദ എലിജിബിൾ കാൻഡിഡേറ്റ് ടു ഫിൽ വാക്കന്റ് പോസ്റ്റ് ഓഫ് ഗ്രാമീൺ ഡാക് സേവക് GDS. 3 തരം പോസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്: ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, BPM, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ABPM, ഡാക് സേവക്. ഈ 3 തരം പോസ്റ്റുകളും ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. രജിസ്ട്രേഷൻ ഡേറ്റ് 10/2/2025 മുതൽ 3/3/2025 വരെയാണ്. മോഡിഫിക്കേഷൻ ഡേറ്റ്സും കൂടി കൊടുത്തിട്ടുണ്ട്. 6/3/2025 മുതൽ 8/3/2025 വരെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ. ഓരോ പോസ്റ്റിൻ്റെയും ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ABPMന്റെ ജോബ് പ്രൊഫൈൽ ടു അസിസ്റ്റ് BPM, മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ. ABPM may be required to do combined duties of BPM as and when needed. അങ്ങനെ ഒരുപാട് ജോലി കൊടുത്തിട്ടുണ്ട്. ഡാക് സേവക്, സെയിൽസ് ഓഫ് സ്റ്റാമ്പ്, ഇതുപോലത്തെ നേച്ചർ ഓഫ് ഡ്യൂട്ടീസ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാലറി ഡീറ്റെയിൽസ് ആണ്. സാലറി ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ GDS പെയ്ഡ് എമൗണ്ട്മെന്റ് ഇൻ ഫോം ഓഫ് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ്, അതായത് TRCA ബേസ്ഡ് ആണ് GDSന്റെ സാലറി. ആനുവൽ ഇൻക്രിമെന്റ് ഓഫ് 3% ഉണ്ടായിരിക്കുന്നതാണ്. അലവൻസസും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഡിയർനെസ് അലവൻസസ് ഓൺ TRCA, അതുപോലെ തന്നെ GDS മെച്യൂരിറ്റി ആൻഡ് സർവീസ് ഡിസ്ചാർജ് ബെനിഫിറ്റ് സ്കീം, അങ്ങനെ ഒരുപാട് അലവൻസും കൂടിയുണ്ട്. BPMന്റെ സാലറി 12,000 to 29,380 വരെ ഉണ്ടായിരിക്കുന്നതാണ്. ABPMന്റെ ഡാക് സേവകിൻ്റെ 10,000 to 24,470 റുപ്പീസ് വരെയാണ്. Eligibility criteria: minimum 18 years, maximum age 40 years. Scheduled caste, scheduled tribe 5 years relaxation, other backward community 3 years. Economical weaker section no relaxation. Person with disabilities PWD 10 years. PWD OBC 13 years, disability PWD SC ST 15 years ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ GDS എൻഗേജ്മെന്റ് സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ പാസ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. 10th സ്റ്റാൻഡേർഡ് പാസിംഗ് മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് കണ്ടക്ടഡ് ബൈ എനി റെക്കഗ്നൈസ്ഡ് ബോർഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് പാസിംഗ് മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ഇൻ SSLC. Applicant should have studied the local language at least up to 10th. അപ്പോൾ SSLC സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടത്. അതർ ക്വാളിഫിക്കേഷൻ: നോളജ് ഓഫ് കമ്പ്യൂട്ടർ, നോളജ് ഓഫ് സൈക്ലിംഗ്, അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. സെലക്ഷൻ ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് ഷോർട്ട് ലിസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ദ സിസ്റ്റം ജനറേറ്റഡ് മെറിറ്റ് ലിസ്റ്റ്. മെറിറ്റ് ലിസ്റ്റ് SSLC മാർക്കിൻ്റെ അഗ്രിഗേറ്റ് ആയിരിക്കും. പെർസെൻറ്റേജ് ടു ദ അക്യുറസി ഓഫ് 4 ഡെസിമൽ പോയിന്റ് ആയിരിക്കും കാൽക്കുലേഷൻ്റെ രീതി. SSLC മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി പ്രത്യേകം ഇതിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ഓഫ് 100 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. SC ST ഫീമെയിൽ PWD കാൻഡിഡേറ്റ്സിന് ഫീസ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ് ഫോർ GDS എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെ ലാംഗ്വേജ് അവൈലബിൾ ആണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് കേരള ആണ്. കേരള, ലക്ഷദ്വീപ്, മാഹി 3 സ്ഥലങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുക. മലയാളമാണ് ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ള ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്